ഹായ്, ഇന്ന് നമ്മൾ +1 കെമിസ്ട്രി ചാപ്റ്റർ 3-ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ മാർച്ച് 2025 ഈ മാർച്ചിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫിൽ നിന്ന് ഐഡന്റിഫൈ എലമെന്റ്സ് ഷോയിങ് ഡീവിയേഷൻ ഇൻ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് എക്സ്പ്ലെയിൻ റീസൺ ഫോർ ഡീവിയേഷൻ ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഇതാണ് ഗ്രാഫ്, അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് എലമെന്റ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ ലിഥിയം, ബെറിലിയം, സോഡിയം, ഫ്ലൂറിൻ ഈ ഒരു രീതിയിൽ നമ്മുടെ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ജനറലി ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലിഥിയത്തിന് 520 ആണ്. ദെൻ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഈ ഒരു ഓർഡറിൽ ശരിക്കും കൂടി വരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലിഥിയം കഴിഞ്ഞ് ബെറിലിയത്തിന് കൂടിയിട്ടുണ്ട്, പക്ഷെ ബോറോണിന് കുറച്ചും കൂടി കുറവാണ് അയോണൈസേഷൻ എൻതാൽപ്പി വന്നിരിക്കുന്നത് അല്ലേ. ബോറോണിന് കുറവാണ്. അതുപോലെ കാർബണിന് വീണ്ടും കൂടുതൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നോർമലി. ദെൻ നൈട്രജന് ഓക്സിജനേക്കാളും അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. ഇവിടെ ശരിക്കും ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഈ ഒരു ഓർഡറിലായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ബോറോണിന് കുറവാണ്, അല്ലെ ബെറിലിയത്തിനാണ് ബോറോണിനേക്കാളും കൂടുതൽ. അതുപോലെ നൈട്രജൻ ആണ് ഓക്സിജനേക്കാളും കൂടുതൽ. ദെൻ നൈട്രജൻ, ഓക്സിജൻ കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ തന്നെ ഫ്ലൂറിൻ, നിയോൺ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യാസം? അല്ലെങ്കിൽ ഐഡന്റിഫൈ എലമെന്റ് ഷോയിങ് ഡീവിയേഷൻ അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഏതൊക്കെയാണ് ഡീവിയേഷൻ, ആ ഒരു ജനറൽ ട്രെൻഡിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്ന എലമെന്റ്സ്? ഒന്ന് ബെറിലിയവും അടുത്തത് നൈട്രജനുമാണ് അല്ലേ. അല്ലെങ്കിൽ ബോറോണും ഓക്സിജനുമാണ് ഈ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ അയോണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബെറിലിയം, നൈട്രജൻ ആണ് ജനറലി ഈ ഒരു ഗ്രാഫിൽ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഡീവിയേഷൻ കാണിക്കുന്നത്. ഇനി ഡീവിയേഷന്റെ ഒരു റീസൺ എന്താണ്? അത് നമ്മൾ അവയുടെ അറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ബെറിലിയം, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം. ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. 1s2 2s2 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2 2s2. ഇനി ബോറോണ് തൊട്ടടുത്ത് 5 ആണ് അറ്റോമിക് നമ്പർ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 സെയിം തന്നെ. ദെൻ ഒരു 2p1 കൂടി വരും. ബെറിലിയം, ബോറോൺ. ഇനി കാർബണിന്റെ സെയിം തന്നെ, സെയിം ട്രെൻഡ് തന്നെയാണ്. പിന്നെ ഉള്ളത് നൈട്രജൻ ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ സെയിം ആണ് നമുക്കറിയാം, 7 ആണ് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p3 ആണ്. ഇനി അപ്പോൾ ഓക്സിജന്റെ കേസിൽ നൈട്രജൻ കഴിഞ്ഞ് തൊട്ടടുത്തുള്ളതാണ് 8 ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ. 1s2 2s2 2p4 ആണ് ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഡീവിയേഷൻ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാവും. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ ഒരു ആറ്റത്തിൽ നിന്ന് റിലീസ് ചെയ്യാൻ വേണ്ട നമ്മൾ കൊടുക്കേണ്ട എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ബെറിലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ്. ബോറോണിന്റെ കേസിൽ 1s2 2s2 2p1 ആണ്. നൈട്രജന്റെ കേസിൽ 1s2 2s2 2p3 ആണ്. ഓക്സിജന്റെ കേസിൽ 1s2 2s2 2p4 ആണ്. അപ്പോൾ ഈ കേസിൽ ബെറിലിയത്തിന്റെയും നൈട്രജന്റെയും കേസിൽ ഒരു പ്രത്യേകതയുള്ളത് 1s2 2s2 ബെറിലിയം ഇവിടെ സ്റ്റേബിൾ ആയിട്ട് രണ്ട് സബ് ഷെല്ലുകളിലും ഇലക്ട്രോൺ ഫില്ല് ആയിട്ടിരിക്കുകയാണ്. ഇനി അതുപോലെ നൈട്രജന്റെ കേസിൽ 1s2 2s2 2p3 ആണ്. അപ്പോൾ പിയിൽ 6 ഇലക്ട്രോൺസ് വരുമ്പോൾ അത് ഫുള്ളി ഫിൽഡ് ആവും. നൈട്രജൻ ഹാഫ് ഫിൽഡ് ആണ്. ഈ കേസിൽ ബെറിലിയം ഫുള്ളി ഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ നൈട്രജൻ ഹാഫ് ഫിൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഫുള്ളി ഫിൽഡ് ആൻഡ് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇനി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ബെറിലിയത്തിനും നൈട്രജനും കുറവായിരിക്കും. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിട്ടുകിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. ഇനി ബോറോണിന്റെ കേസ് നോക്കിയേ, 1s2 2s2 2p1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആ ഒരു ഇലക്ട്രോൺ പോയാൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുള്ള 1s2 2s2 എത്താൻ പറ്റും ബോറോണിന്. അതുപോലെ ഓക്സിജന്റെ കേസിൽ ഒരു ഇലക്ട്രോൺ പോയാൽ 1s2 2s2 2p3 ആയിട്ട് ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുള്ള സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്താൻ പറ്റും. അപ്പോൾ എന്താണ് ഈ ഒരു ഡീവിയേഷന്റെ കാരണം? അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഈ ഒരു വ്യത്യാസത്തിന് കാരണം. ബെറിലിയോ ഫുള്ളി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അതുപോലെ നൈട്രജൻ ഹാഫ് ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഇവയ്ക്ക് രണ്ടുപേർക്കും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു ടെൻഡൻസി കുറവാണ്. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു റീസൺ. ദെൻ ഡിഫൈൻ കോവാലന്റ് റേഡിയസ്, എക്സ്പ്ലെയിൻ വൈ കാറ്റയോൺസ്. ഇത് നമ്മൾ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പീരിയോഡിക് ടേബിളിൽ ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നത് അല്ലേ. അപ്പോൾ ബെറിലിയത്തെക്കാളും ബോറോണിന് വരണമായിരുന്നു, അതുപോലെ നൈട്രജനേക്കാളും ഓക്സിജന് വരണമായിരുന്നു.
അതിന് വേണ്ടിയിട്ട് പീരിയോഡിക് ടേബിൾ കൊടുത്തേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഡിഫൈൻ കോവാലന്റ് റേഡിയസ്, എക്സ്പ്ലെയിൻ വൈ കാറ്റയോൺസ് ആർ സ്മോളർ ആൻഡ് ആനയോൺസ് ആർ ലാർജർ ദാൻ ദെയർ പേരന്റ് ആറ്റംസ്. ഈ ഒരു കാര്യം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. കാറ്റയോൺസ് ഒന്നെങ്കിൽ പല എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഇതിനെ ആ ഒരു സൈസിന്റെ ബേസ് ചെയ്ത് എഴുതാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാറ്റയോൺസ് അവയുടെ പേരന്റ് ആറ്റത്തേക്കാൾ ചെറുതും ആനയോൺസ് പേരന്റ് ആറ്റത്തേക്കാൾ വലുതുമായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോവാലന്റ് റേഡിയസ് ആണ്. കോവാലന്റ് റേഡിയസ് ഇസ് എന്താണ്? കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ആറ്റംസിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് കോവാലന്റ് റേഡിയസ്. ഓക്കെ, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, രണ്ട് ആറ്റംസ് ഉണ്ട്. ആ ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ് ആയിരിക്കും കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ മെറ്റൽ ആറ്റംസ് ഒക്കെ കോവാലന്റ് ബോണ്ട് ആയിരിക്കും ഫോം ചെയ്തിരിക്കുക. അപ്പോൾ അത്തരം ആറ്റത്തിന്റെ കേസിൽ കോവാലന്റ് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു കോവാലന്റ് റേഡിയസ് ആണ് നമ്മൾ അവയുടെ അറ്റോമിക് റേഡിയസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോറിൻ മോളിക്യൂളിന്റെ കേസിലാണെങ്കിൽ ആ ഒരു ബോണ്ട് ഡിസ്റ്റൻസ് 198 പൈക്കോമീറ്റർ ആണ്. അതായത് അവയുടെ കോവാലന്റ് റേഡിയസ്, ഒരു ക്ലോറിന്റെ കോവാലന്റ് റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ 198ന്റെ ഹാഫ് ആയിരിക്കും, അതായത് 99 പൈക്കോമീറ്റർ ആയിരിക്കും. ഇനി എന്തുകൊണ്ടാണ് കാറ്റയോൺസ് പേരന്റിനേക്കാൾ ചെറുതും ആനയോൺസ് വലുതുമായിരിക്കുന്നത്? ഇതൊരു ജനറൽ ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത്, ജനറൽ ആറ്റം ഒരു ആറ്റം കൺസിഡർ ചെയ്താൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാറ്റയോൺ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താണ് കാറ്റയോൺ കിട്ടുന്നത്. വരച്ചപ്പോൾ വലുതായിപ്പോയി. ഇത് നമ്മുടെ ജനറൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാറ്റയോൺ കിട്ടും. ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആനയോണും കിട്ടും. എന്തുകൊണ്ടായിരിക്കും കാറ്റയോൺ ചെറുതാവാൻ കാരണം? ബിക്കോസ് ഓഫ് ദി ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ കാറ്റയോൺസ്. ഓൾറെഡി ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയ്ക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യും തോറും ന്യൂക്ലിയസിന്റെ ബാക്കിയുള്ള ഇലക്ട്രോൺസിനോടുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും, അല്ലെ? ന്യൂക്ലിയർ ചാർജ് എപ്പോഴും വ്യത്യാസമൊന്നും വരുന്നില്ല, അല്ലെ? അപ്പൊ ഇലക്ട്രോൺസ് അതിൽ നിന്ന് റിമൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസ് കുറച്ചുകൂടി കൂടുതലായിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. ആനയോൺസിന്റെ കേസിലാവുമ്പോഴോ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജിന് വ്യത്യാസമൊന്നും വരുന്നില്ല, അല്ലെ? അപ്പോൾ ആ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള, ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്തോറും അട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു കഴിവ് കുറഞ്ഞു വരും, അല്ലെ? മൊത്തത്തിൽ എല്ലാ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് നിർത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് കൂടും. ആനയോൺസിന്റെ കേസിൽ എന്താണ്? അഡീഷൻ ഓഫ് 1 or more ഇലക്ട്രോൺസ് വുഡ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ്ഡ് ഇലക്ട്രോണിക് റിപ്പൽഷൻ ആൻഡ് ഡിക്രീസ് ഓഫ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് മൊത്തത്തിലെ എല്ലാ ഇലക്ട്രോൺസിലേക്കുമുള്ള ആ ഒരു അട്രാക്ഷൻ കുറയുന്നു. അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവർ ആറ്റം കുറച്ചുകൂടി വലുതായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കാറ്റയോൺ എപ്പോഴും ആറ്റത്തേക്കാൾ ചെറുതായിരിക്കും, ആനയോൺ എപ്പോഴും ആറ്റത്തേക്കാൾ വലുതുമായിരിക്കും. ഇത് മാർച്ച് 2024 ക്വസ്റ്റ്യൻ ആണ്. എലമെന്റ് വിത്ത് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3s2 3p3 ബിലോങ് ടു വിച്ച് ബ്ലോക്ക് ഓഫ് പീരിയോഡിക് ടേബിൾ? അപ്പോൾ ബ്ലോക്ക് നമ്മൾക്കറിയാം, അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലേക്കാണ് പോകുന്നതനുസരിച്ചാണ് നമ്മൾ എലമെന്റ്സിനെ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ ഇവിടെ എൻട്രി ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ആ ആറ്റം ഏത് ബ്ലോക്കിലായിരിക്കും? പി ബ്ലോക്ക് ഓഫ് പീരിയോഡിക് ടേബിളിലായിരിക്കും ഉള്ളത്. ഓക്കെ, ഇനി റൈറ്റ് IUPAC ടൈപ്പ് ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 105. 105 അറ്റോമിക് നമ്പർ ഉള്ളതിൽ അണ്ണിൽ പെൻറ്റിയം എന്നായിരിക്കും അതിന്റെ നെയിം. ഈ പെൻറ്റാണ് ഈ 5 എന്നുള്ളതിന് നമ്മൾ എടുക്കുന്നത്. ദെൻ അണ്ണെന്നുള്ളത് കോമൺ ആണ് 100. ദെൻ നിൽ എന്നുള്ളത് 0 1 0 5. ദെൻ IUM നമ്മൾ കോമൺ ആയിട്ട് ഇടുന്നതാണ്. ഈ രീതിയിലാണ് 105 ഉള്ളതിൻ്റെ ആ ഒരു എലമെന്റിന്റെ പേര്. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആൻ ആറ്റം ഇൻ എ കോമ്പൗണ്ട് ഈസ് എബിൾ. ഓക്കെ, എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? അതുപോലെ തന്നെ ക്ലോറിൻ ആറ്റത്തിന് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലാണ്. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ക്ലോറിൻ എന്തുകൊണ്ടാണ് ഫ്ലൂറിനേക്കാളും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലുള്ളത്? നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫ്ലൂറിനായിരുന്നു ക്ലോറിനേക്കാൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരേണ്ടത്. പക്ഷെ ക്ലോറിനാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതൽ. അതിന് കാരണം നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഫ്ലൂറിന്
2 ഷെല്ലുകളേ ഉള്ളൂ. ക്ലോറിന്റെ കേസിൽ അത് 3 ഷെല്ലുകളാവും. 2s2 2p5 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറിന്റെ കേസിൽ അത് 3s2 3p5 ആണ്. അപ്പോൾ 3 ഷെല്ലുകളുണ്ട്. ഫ്ലൂറിന്റെ കേസിൽ 2 ഷെല്ലുകളേ ഉള്ളൂ. വീണ്ടും ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് റിപ്പൽഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ക്ലോറിന്റെ കേസിൽ 3 ഷെല്ലുകളുണ്ട്. അത് കൂടാതെ 3D ഓർബിറ്റിലൊക്കെ വേക്കന്റ് ആണ്. അതുകൊണ്ട് ക്ലോറിന്റെ കേസിൽ അത്രയും ഇലക്ട്രോൺസിന്റെ ഒരു റിപ്പൽഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാളും കൂടുതലായിരിക്കാൻ കാരണം. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കൂടുതലുള്ളപ്പോൾ ഫ്ലൂറിൻ ക്ലോറിൻ വെച്ച് നോക്കുമ്പോൾ ക്ലോറിൻ ആണ് അതൊരു എക്സെപ്ഷൻ ആണ്. ഓക്കെ, this is because എന്തുകൊണ്ടാണ് when an electron is added to fluorine it enters into smaller second shell. Due to smaller size electron suffers more repulsion from other electrons. ക്ലോറിന്റെ കേസിൽ എങ്ങനെയാണ്? ഇൻകമിംഗ് ഇലക്ട്രോൺ തേർഡ് ഷെല്ലിലാണ് പോകുന്നത്. ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാണ്. സോ ക്ലോറിൻ ആണ് കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാളും കൂടുതൽ. നെക്സ്റ്റ്, റൈറ്റ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. മെൻഷൻ 2 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസ് ഏതാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലേ. ഈ 3 തൊട്ട് 12ാം ഗ്രൂപ്പ് വരെയുള്ള ഈ എലമെന്റ്സ് ആണ് നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ മെറ്റൽസിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? n-1d 1 to 10, ns 0 to 2, n-1d 1 മുതൽ 10 വരെ ഏത് നമ്പർ ഓഫ് ഇലക്ട്രോൺ അനുസരിച്ച് മാറും. അതുപോലെ ns 0 to 2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാംഗനീസ് എടുക്കുകയാണ്. മാംഗനീസിന്റെ കേസിൽ 3d5 4s2 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ 25 ആണ്. 3d5 4s2 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതായത് n4 ആണ്. ns 0 തൊട്ട് 2 വരെ വരാം. അതുപോലെ 3d അല്ലെങ്കിൽ ഈ 4നേക്കാളും ഒന്ന് കുറവാണ് ഇവിടെ 3d അല്ലെ. n-1d 1 to 10 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇവയെല്ലാം മെറ്റൽസ് ആണ്. ദെൻ അക്വ സൊല്യൂഷനിൽ കളേർഡ് കോമ്പൗണ്ട്സ് തരുന്നുണ്ട് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ്. ദെൻ അവ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസീസും കാണിക്കുന്നുണ്ട്. ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ വാലൻസി അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പറയാൻ പറ്റില്ല. ഏത് എലമെന്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നോ അതിനനുസരിച്ച് അവ അതിന് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അടുത്തത് ഒക്ടോബർ 2023 ക്വസ്റ്റ്യൻ ആണ്. അത് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റയോൺ കറസ്പോണ്ടിങ് ന്യൂട്രൽ ആറ്റത്തെക്കാളും ചെറുതാണ്, ആനയോൺ ലാർജർ ആണ്. ഗീവ് റീസൺ. എന്തുകൊണ്ടാണ്? ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ കാറ്റയോൺസ്. ആനയോൺസിന്റെ കേസിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുന്നതിനനുസരിച്ച് ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാവുന്നു. അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അടുത്തത് വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? ദെൻ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബെർലിയം ബൈ. നമ്മുടെ 2025 ഈ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാഫ് തന്നിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ബോറോണിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ബെർലിയത്തെക്കാളും കുറവാണ്. കാരണം എന്താണ്? നമ്മൾ ഇലക്ട്രോണിക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നോക്കുമ്പോൾ ബെർലിയം കഴിഞ്ഞാൽ ബോറോൺ വരുന്നത് അല്ലേ. അപ്പോൾ ബോറോണിനാണ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വരേണ്ടത്. പക്ഷേ ഈ കേസിൽ ആർക്കാ? ബെർലിയത്തിനാണ് കൂടുതൽ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണം? ബെർലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 ആണ് ഉള്ളതിൽ എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇനി ബോറോണിന്റെ കേസിൽ 1s2 2s2 2p1 കൂടിയുണ്ട്. അപ്പോൾ ഈ കേസിൽ 1 ഇലക്ട്രോൺ കൊടുത്താലും ബോറോണിന് കുഴപ്പമില്ല. പക്ഷേ ബെർലിയം ഉള്ള ഇലക്ട്രോൺ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബെർലിയം ആണ് കൂടുതൽ. ഇനി അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ആറ്റത്തിന്റെ ഔട്ടർ ഷെല്ലിൽ നിന്നും ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ആ ഒരു ഹീറ്റ് എനർജിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. അടുത്തത് ഓക്കെ, അതിന്റെ റീസൺ ആണ് പറഞ്ഞിരിക്കുന്നത്. ബോറോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ളി ഫിൽഡ് ആവും. അതുകൊണ്ട് അതിനൊരു ഇലക്ട്രോൺ കൊടുക്കാൻ ഈസിയാണ്. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓക്കെ, electron gain enthalpy is an important periodic property. Define electron gain enthalpy. Why is electron gain enthalpy of fluorine less negative than that of chlorine? അപ്പോൾ electron gain enthalpy എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. Then electron gain enthalpy of fluorine ക്ലോറിനേക്കാളും ലെസ് നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഒരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ
ഉണ്ടാവുന്ന ആ ഒരു എൻതാൽപ്പി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ദെൻ ഫ്ലൂറിൻ എന്തുകൊണ്ടാണ് ക്ലോറിനേക്കാൾ ലെസ് നെഗറ്റീവ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഫ്ലൂറിൻ ചെറിയ ആറ്റമാണ്, അതിന്റെ ഷെല്ല് 2 ഷെല്ലേ ഉള്ളൂ. ക്ലോറിൻ 3 ഷെല്ലുണ്ട്. ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഫ്ലൂറിന്റെ കേസിൽ റിപ്പൽഷൻ ഉണ്ടാവുന്നു, ക്ലോറിനിൽ ആ റിപ്പൽഷൻ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കുറവാണ്. അതുകൊണ്ട് അടുത്തത് ഓക്കെ, IUPAC നെയിം ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 109. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ട്, 1 ആയതുകൊണ്ട് നില്ലുണ്ട്. ദെൻ ENN ആണ് നയണിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ദെൻ IUM കോമൺ ആണ്. IUM നിൽ ഇത് കോമൺ ആണ്. ബാക്കി ഈ ഒരു 1 to 9 ആ ഒരു നമ്പർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെപ്രസെന്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ മാർച്ച് 2023 ക്വസ്റ്റ്യൻ ആണ്. Na+ is smaller in size than Na atom. എന്തുകൊണ്ടാണ്? കാറ്റയോൺ പേരനേക്കാളും ചെറുതാണ്. കാരണം എന്താണ്? ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻ Na+. ഇനി ഫോസ്ഫറസ് ഫോംസ് PCl5 while nitrogen cannot form NCl5. കാരണം എന്താണ്? ഫോസ്ഫറസിന്റെ കേസിൽ നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കി അറിയാം, അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ അറ്റോമിക് നമ്പർ 15 ആണ്, നൈട്രജന്റെ കേസിൽ 7 ആണ് അല്ലേ? നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2 2s2 2p3 അല്ലേ? ഇനി ഈ ഫോസ്ഫറസിന്റെ കേസിൽ 1s2 2s2 2p3 കഴിഞ്ഞ് ദെൻ 3s2 3p3 ആണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് 3D ഓർബിറ്റിലും കൂടി ഇവിടെ ഉണ്ട്, അത് വേക്കൻറ്റും ആണ്. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് PCl5 ഫോം ചെയ്യാൻ സാധിക്കും, പക്ഷെ നൈട്രജന് NCl5 ഫോം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, കാരണം എന്താണ്? നൈട്രജനിൽ വേക്കൻറ്റ് D ഓർബിറ്റൽസ് ഇല്ല, പക്ഷെ ഫോസ്ഫറസിൽ ഉണ്ട്. ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് മോർ നെഗറ്റീവ് ദാൻ ഫ്ലൂറിൻ. കാരണം എന്താണ്? നമ്മളിത് ഓൾറെഡി പറഞ്ഞാണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലേ? Then okay, in the answer. Then what is ionization enthalpy? First ionization enthalpy of nitrogen is greater than that of oxygen. Why? നമ്മൾ മുമ്പേ പറഞ്ഞ റീസൺ തന്നെ, നമ്മുടെ ഗ്രാഫിൽ ചോദിച്ച സെയിം കാര്യം തന്നെ. നൈട്രജന്റെ കേസിൽ ഹാഫ് ഫിൽഡ് ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, 2p3 വരും. ഓക്സിജന്റെ കേസിൽ 2p4 ആണ്. ഓക്സിജൻ ഒരു ഇലക്ട്രോൺ കൊടുത്ത് 2p3 ആയിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷെ നൈട്രജൻ ഹാഫ് ഫിൽഡ് ആണ്, ഇലക്ട്രോൺ കൊടുക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി നൈട്രജന്റെ കേസിൽ ഓക്സിജനേക്കാളും കൂടുതലാണ്. ജനറൽ ട്രെൻഡ് പോലെയല്ല, അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ഓക്കെ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. ഹൗ ഡസ് അറ്റോമിക് റേഡിയസ് വേരി ഡൗൺ എ ഗ്രൂപ്പ്? മോഡേൺ പീരിയോഡിക് ലോ എന്താണ്? പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ആദ്യം മെന്റലീഫിന്റെ പീരിയോഡിക് ലോയിലെ അറ്റോമിക് മാസ് ആണ് ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടി നിർണ്ണയിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ മോസ്റ്റ്ലി കൊണ്ടുവന്നാണ് അറ്റോമിക് നമ്പേഴ്സ് ആണെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു, കൺഫേം ചെയ്തത്. ഓക്കെ, ഇനി അറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ്? അറ്റോമിക് റേഡിയസ് താഴേക്ക് വരുന്തോറും കൂടുകയോ കുറയുമോ? ഗ്രൂപ്പിൽ ഹൈഡ്രജൻ തൊട്ട് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജന്റെ കേസിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, 1s ആണ് അറ്റോമിക് ഓർബിറ്റിൽ. ദെൻ ലിഥിയത്തിന്റെ കേസിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്, 1s ഉണ്ട്, 2s ഉണ്ട്, അതായത് ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട്. സോഡിയത്തിന്റെ കേസ് വരുമ്പോൾ വീണ്ടും 3s ആവുന്നുണ്ട്, അതായത് 3 ഷെല്ല് ആവുന്നുണ്ട്. ഇങ്ങനെ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസും കൂടും, റേഡിയസും കൂടും. ഇനി ഓക്കെ, ദാറ്റ്സ് 2023, 24, 25 വർഷത്തെ കെമിസ്ട്രിയുടെ 3rd മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. 3rd മൊഡ്യൂളിൽ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ആ കാര്യങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ.